ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശുദ്ധിയിലും അപൂർവ ഫാഷനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കരികിൽ. വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് ASL Traders, Alimukkad, Punalur. Contact 98465 04688 70250 61801. നിങ്ങളുടെ സ്വപ്ന സൗധങ്ങൾക്ക് വർണ്ണപ്പകിട്ടേകാൻ ഏഷ്യൻ പെയിന്റ്സ്, ബർജർ പെയിന്റ് തുടങ്ങി എല്ലാ പ്രമുഖ കമ്പനികളുടെയും എല്ലാവിധ പെയിന്റുകളും ഹോൾസെയിൽ വിലയിൽ ലഭ്യമാണ്. ഡോർ ലോക്സ്, ഹാൻഡിൽസ്, ടവർ ബോൾട്ട്, അലൂമിനിയം ഫിറ്റിംഗ്സ്, വെൽഡിംഗ് റോഡ്, കട്ടിംഗ് ബ്ലേഡ്സ് തുടങ്ങി എല്ലാവിധ ഹാർഡ്വെയർ ഐറ്റംസും ഇവിടെ ലഭ്യമാണ്. ASL Traders, Alimukkad, Punalur. കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. വാസ്തുവിദ്യയുടെ പൊരുളറിഞ്ഞ 5 പതിറ്റാണ്ടിന്റെ ഉജ്ജ്വല പാരമ്പര്യവുമായി പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്തു നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ്, പത്തനാപുരം. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്രൈൻഡറുകൾ, ഗ്യാസ് സ്റ്റവുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, ആൻഡ് ബോക്സുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. പ്രധാന വാർത്തകൾ. പുനലൂരിലെ ബിവറേജസ് ഔട്ട്ലെറ്റ് MLA റോഡിലേക്ക് മാറ്റുന്നതിനെതിരെ പ്രതിഷേധം, പ്രകടനവും എക്സൈസ് ഓഫീസിലേക്ക് മാർച്ചും. മലയാളികളെ മഹാരോഗികളാക്കുന്നത് പാശ്ചാത്യ അനുകരണമെന്ന് ലോകപ്രശസ്ത ക്യാൻസർ വിദഗ്ധൻ VP ഗംഗാധരൻ. ജനമൈത്രി സുരക്ഷാ സമിതിയുടെ നേതൃത്വത്തിൽ പുനലൂരിൽ ട്രാഫിക് പരിഷ്കരണ യോഗം സംഘടിപ്പിച്ചു. ട്രാഫിക് പരിഷ്കരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. വാർത്തകൾ വിശദമായി. പുനലൂരിലെ ബിവറേജസ് ഔട്ട്ലെറ്റ് MLA റോഡിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. വാർഡ് കൌൺസിലറുടെ നേതൃത്വത്തിൽ പ്രതിഷേധക്കാർ പുനലൂർ എക്സൈസ് സർക്കിൾ ഓഫീസ് ഉപരോധിച്ചു.
കൊല്ലം തിരുമംഗലം ദേശീയപാതയോരത്താണ് ഇപ്പോൾ പുനലൂർ ബീവറേജ് ഔട്ട്ലെറ്റ് പ്രവർത്തിക്കുന്നത്. സർക്കാരിന്റെ പുതിയ മദ്യനയത്തിന്റെ ഭാഗമായി ദേശീയപാതയോരത്തെ ബീവറേജുകൾ പൂട്ടുന്നതിനോ മാറ്റിസ്ഥാപിക്കുന്നതിനോ തീരുമാനമെടുത്തിരുന്നു. ഇതിന്റെ ഭാഗമായാണ് പുനലൂരിലെ ബീവറേജ് ഔട്ട്ലെറ്റും മാറ്റിസ്ഥാപിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ മാറ്റിസ്ഥാപിക്കുന്നത് MLA റോഡിനോട് ചേർന്നുള്ള സ്ഥലത്തായതിനാൽ അവിടെ ജനവാസ മേഖലയാണെന്നും സമീപത്ത് ആശുപത്രിയും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് വന്നത്. ശനിയാഴ്ച രാവിലെ 11 മണിയോടെ വാർഡ് കൌൺസിലർ G. ജയപ്രകാശിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധക്കാർ പുനലൂർ എക്സൈസ് സർക്കിൾ ഓഫീസ് ഉപരോധിച്ചു. അത് ആ കെട്ടിടത്തിൽ നിങ്ങൾ എക്സൈസുകാർക്ക് താല്പര്യം ഉള്ളത് കൊണ്ടാണ് ആ കെട്ടിടം കൊമേഴ്സ്യൽ പർപ്പസിനുള്ള കെട്ടിടമല്ലത്. അത് ഡൊമസ്റ്റിക് പർപ്പസിന് വേണ്ടി, റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടി മുനിസിപ്പാലിറ്റി സാങ്ഷൻ കൊടുത്തിരിക്കുന്ന കെട്ടിടമാണ്. ആ കെട്ടിടത്തിൽ കൊണ്ടുവന്ന് നിങ്ങൾ ഇതിനു വേണ്ടിയുള്ള ഇത് അനുവാദം. കഴിഞ്ഞ ദിവസം പുനലൂർ എക്സൈസ് സർക്കിളിന്റെ നേതൃത്വത്തിൽ മെഷർമെന്റ് തയ്യാറാക്കുകയും സ്ഥലത്ത് ബീവറേജ് ഔട്ട്ലെറ്റ് സ്ഥാപിക്കുന്നതിന് NOC നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ NOC റദ്ദ് ചെയ്ത് ഇവിടെ ബീവറേജ് ഔട്ട്ലെറ്റ് അനുവദിക്കരുതെന്ന ആവശ്യവുമായാണ് പ്രതിഷേധക്കാർ രംഗത്തെത്തിയത്. പട്ടണത്തിന്റെ നടുവിലാണെങ്കിൽ പോലും ധാരാളം കുടുംബങ്ങൾ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ധാരാളം ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശത്ത് ഒരു ബിവറേജസിന്റെ മദ്യവിൽപ്പനശാല വന്നാൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് പൊതുജനങ്ങൾക്കെല്ലാം നല്ല ബോധ്യമുള്ളതാണ്. ഇവിടെ ഞങ്ങൾ ഒന്ന് മാത്രമേ ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. ഈ പ്രദേശത്ത് ബിവറേജസിന്റെ ഔട്ട്ലെറ്റ് വരുന്നത് കൊണ്ട് ആളുകൾക്കുണ്ടാകാവുന്ന ബുദ്ധിമുട്ട്. അത് മാത്രവുമല്ല, അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ കൺവെൻഷൻ സെന്റർ പ്രവർത്തിക്കുന്നത് ഇതിന് 50 മീറ്റർ പോലും അകലെയല്ല. ഒരു ഹോസ്പിറ്റൽ, ഒരു ആതുര ശുശ്രൂഷാ കേന്ദ്രം അവിടെ പ്രവർത്തിക്കുന്നു. അത് കൂടാതെ നേഴ്സിംഗ് കോളേജ് അവിടെ പ്രവർത്തിക്കുന്നു. ഇതിലെല്ലാം അതീതമായി ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അതിന്റെ സമീപ പ്രദേശങ്ങളിലെല്ലാം ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. കുടുംബങ്ങളിലൊക്കെ ഒരു വിധത്തിലും അവിടെ താമസിക്കാൻ പറ്റത്തില്ല. സംഭവങ്ങൾ ഉണ്ടാകുവാണെങ്കിൽ സ്ത്രീകൾക്കോ കുട്ടികൾക്കോ ഒന്നും വഴി നടക്കാനോ മറ്റൊന്നും പറ്റത്തില്ല. അവിടെ എല്ലാം സ്ത്രീകൾ ഇപ്പോൾ അവിടെ ഒരു ഷോപ്പ്, ചപ്പാത്തിക്കട അതുപോലുള്ള സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന കുറച്ച് സ്ത്രീകളുണ്ട്. ഇപ്പുറത്ത് ഹോം നേഴ്സിൻ്റെ സർവീസ് സെൻ്ററുണ്ട്. പിന്നെ ഫാമിലിയായിട്ട് താമസിക്കുന്നവരുണ്ട്. അതിൻ്റെ മുകളിൽ ഫ്ലാറ്റിൽ താമസിക്കുന്ന സ്ത്രീകളും കുട്ടികളുമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുണ്ട്. മാത്രമല്ല ഞങ്ങളെപ്പോഴും അതിലേക്കൂടെ വഴി നടക്കുന്നവരൊക്കെയാണ്. അപ്പോൾ ഇങ്ങനൊരു കാര്യം ഇവിടെ ഉണ്ടാകുവാണെങ്കിൽ ഒരു കാരണവശാലും അത് ഞങ്ങൾക്ക് നടക്കാനൊന്നും പറ്റത്തില്ല. ഇവിടെ തന്നെ ബിവറേജ് ഔട്ട്ലെറ്റ് തുടങ്ങാനാണ് തീരുമാനമെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വരുമെന്നും സമരക്കാർ മുന്നറിയിപ്പ് നൽകി. ഒരു കാരണവശാലും ബിവറേജസിന്റെ ഈ കേന്ദ്രം അവിടെ കൊണ്ടുവരുന്നതിന് ഞങ്ങൾ അനുവദിക്കുകയില്ല. എന്ത് വില കൊടുത്തും ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഏത് തരത്തിലുള്ള അനിശ്ചിതകാലത്തേക്ക് സമരം നടത്തേണ്ടി വന്നാൽ അതിന് ഞങ്ങൾ പിന്നോട്ട് പോകില്ല. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ദേവീനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റ BJP അംഗത്തിന് വീണ്ടും സത്യവാചകം ചൊല്ലാൻ കോടതി ഉത്തരവ്. ചിതറ ഗ്രാമപഞ്ചായത്തിലെ മധുര വാർഡിൽ നിന്നും വിജയിച്ച B. അനിൽകുമാറിനാണ് കോടതി ഉത്തരവിനെ തുടർന്ന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായി ദേവീനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത പഞ്ചായത്ത് അംഗത്തിന് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ ഉത്തരവ്. ചിതറ ഗ്രാമപഞ്ചായത്തിലെ മധുര വാർഡിൽ നിന്നും വിജയിച്ച BJP സ്ഥാനാർത്ഥിയായ B. അനിൽകുമാറിനാണ് വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യേണ്ടി വന്നത്. സത്യപ്രതിജ്ഞ ചടങ്ങിൽ മധുര ദേവി നാമത്തിൽ എന്നാണ് അനിൽകുമാർ പ്രതിജ്ഞ ചെയ്തത്. ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് മധുര ദേവിയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഇത് ചൂണ്ടിക്കാട്ടി സമീപ വാർഡിലെ മെമ്പറും CPM-കാരനുമായ കോട്ടപ്പുറം ശശി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് 1 മാസത്തിനകം തെറ്റുതിരുത്തി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ അവസരം നൽകുകയായിരുന്നു. ഇതിന്റെ ചുമതല റിട്ടേണിംഗ് ഓഫീസറും കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറുമായ ജോൺ ജോസഫിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏൽപ്പിച്ചു. 4-ാം തീയതി പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിത കൈലാസ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരം സെന്റ് സ്റ്റീഫൻസ് കോളേജിൽ 6ാം തവണയും SFIക്ക് വിജയം. SFI പ്രവർത്തകർ പത്തനാപുരത്ത് ആഹ്ലാദ പ്രകടനത്തോടെ വിജയം ആഘോഷിച്ചു. കേരള സർവകലാശാലയ്ക്ക് കീഴിൽ നടന്ന കലാലയ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ പത്തനാപുരം സെന്റ് സ്റ്റീഫൻ കോളേജിൽ SFIക്ക് വൻ വിജയം. തുടർച്ചയായ 6ാം തവണയാണ് SFI സെന്റ് സ്റ്റീഫൻ കോളേജിൽ യൂണിയൻ നേടുന്നത്. SFI മികച്ച വിജയം നേടിയതിൽ അഭിവാദ്യമർപ്പിച്ച് പത്തനാപുരത്ത് ആഹ്ലാദ പ്രകടനം സംഘടിപ്പിച്ചു. കല്ലുംകടവിൽ നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. കമ്പോള വിദ്യാഭ്യാസത്തിനും അരാഷ്ട്രീയതയ്ക്കും വർഗീയതയ്ക്കുമെതിരെ വിദ്യാർത്ഥികളുടെ ശരിയായ വിലയിരുത്തലാണ് ക്യാമ്പസുകളിലെ SFIയുടെ മികച്ച വിജയമെന്ന് SFI ജില്ലാ സെക്രട്ടറി RL വിഷ്ണുകുമാർ പറഞ്ഞു. വിദ്യാർത്ഥികളുടെ വിജയമാണിത്. കലാലയങ്ങളിൽ അരാഷ്ട്രീയത കുത്തിനിറക്കാൻ വരുന്ന വ്യക്തിഗത മാനേജ്മെന്റുകളുടെയും ജാതിമത മാനേജ്മെന്റുകൾക്കെതിരായി വിദ്യാർത്ഥികൾ എഴുതിയ ഈ വിധിയെടുത്ത് കേരളത്തിലെ മുഴുവൻ ക്യാമ്പസുകളിലും വ്യാപിച്ചിരിക്കുകയാണ്. കൊല്ലം ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടന്ന 11 ക്യാമ്പസുകളിൽ 10 SFI ഐതിഹാസികമായ വിജയം നേടിയ ഏറ്റവും വലിയ മുന്നേറ്റം നേടിയിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇത്. ഈ വിജയം രാഷ്ട്രീയതയ്ക്കെതിരായി, കമ്പോള വിദ്യാഭ്യാസത്തിനെതിരായി
വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരായിട്ടുള്ള വിജയമാണ്. ഈ വിജയം വർഗീയതയ്ക്കെതിരായി കലാലയങ്ങളുടെ വിദ്യാർത്ഥികൾ മതനിരപേക്ഷ ക്യാമ്പസിന് വേണ്ടി കൈകോർത്തതിന്റെ വിജയമാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഒരാൾ പൊക്കത്തിൽ കൂടുതൽ ഉയരമുള്ള ഭീമൻ ചീനി കരവാളൂരിൽ അത്ഭുതവും കൗതുകവുമാകുന്നു. കരവാളൂർ രാജ്ഭവനിൽ ശശിധരൻ പിള്ളയുടെ കൃഷിയിടത്തിലാണ് ഭീമൻ ചീനി വിളഞ്ഞത്. കാർഷിക വിളകളുടെ വിളവെടുപ്പിൽ പലപ്പോഴും അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തരം ഒരു അത്ഭുതം കാണാൻ ഭാഗ്യം ലഭിച്ചത് കരവാളൂർക്കാർക്കാണ്. 6.25 അടി ഉയരത്തിലും 15 കിലോഗ്രാം തൂക്കത്തിലുമുള്ള ഒറ്റ ചീനിയാണ് അത്ഭുതമായിരിക്കുന്നത്. കരവാളൂർ രാജേഷ് ഭവനിൽ ശശിധരൻ പിള്ളയുടെ കൃഷിയിടത്തു നിന്നുമാണ് ഈ അപൂർവ ചീനി ലഭിച്ചത്. 20 വർഷമായി കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന ശശിധരന് ഇത്തരം ഒരു അനുഭവം ആദ്യമാണ്. അതുകൊണ്ട് തന്നെ ശശിധരനും കുടുംബവും അതീവ സന്തോഷത്തിലാണ്. പിഴുത് നോക്കിയപ്പോൾ വരുന്നില്ല. അവസാനം ഞാൻ ഒറ്റയ്ക്ക്, നമ്മട്ടിയൊന്നുമില്ലായിരുന്നു, ഞാൻ തന്നെത്താൻ കൈ കൊണ്ട് അത് എന്നെ ബലമായിട്ട് പിടിച്ച് എടുത്തപ്പം അതിൻ്റെ പകുതി ഭാഗം വരെ ഇഞ്ഞ് മേളി വന്ന്, പകുതി പിന്നെ രണ്ടാമത് പോയി എടുക്കേണ്ടി വന്നു. അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ വീട്ടിൽ രണ്ടായിട്ട് കൊണ്ടുവന്ന് 14.5 കിലോ തൂക്കമുണ്ടായിരുന്നു. പിന്നെ എന്നേക്കാളും നീളം 6.25 അടി വരെ നീളം ഉണ്ടായിരുന്നു. ഒരാൾ പൊക്കത്തിൽ ഉയരമുള്ള ഭീമൻ ചീനി കാണാൻ ശശിധരൻ പിള്ളയുടെ വീട്ടിൽ തിരക്ക് ഏറി വരികയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. മലയാള നാട്ടിൽ ഇനി വ്യാപാര മഹോത്സവം ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 15 കോടിയിൽ പരം രൂപയുടെ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ഒന്നാം സമ്മാനം 1 കിലോ സ്വർണവും 1 സെലീരിയോ കാറും. രണ്ടാം സമ്മാനം 1/2 കിലോ സ്വർണം. മൂന്നാം സമ്മാനം 1/4 കിലോ സ്വർണം വീതം 2 ഭാഗ്യശാലികൾക്ക്. നാലാം സമ്മാനം 4 സെലീരിയോ കാറുകൾ 4 ഭാഗ്യശാലികൾക്ക്. അഞ്ചാം സമ്മാനം 50,000 രൂപ വീതം 56 ഭാഗ്യശാലികൾക്ക്. എല്ലാ കൂപ്പണും ഉറപ്പ് സമ്മാനങ്ങൾ. സ്ക്രാച്ച് ആൻഡ് വിൻ ഓഫറിലൂടെ സ്വർണ്ണ നാണയങ്ങളും മറ്റനേകം സമ്മാനങ്ങളും. ഈ ഓഫർ ഡിസംബർ 1 മുതൽ ജനുവരി 15 വരെ മാത്രം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. ഗുണമേന്മയിൽ മാത്രം വിശ്വാസമർപ്പിച്ച് 30-ലധികം വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യം. വിവാഹസാരികൾ, ബ്രാൻഡഡ് റെഡിമെയ്ഡ് തുണിത്തരങ്ങൾ. ഗായത്രി ടെക്സ്റ്റൈൽസ്, PNS കോംപ്ലക്സ്, പുനലൂർ. ഇപ്പോൾ ഓരോ 1/2 കിലോ റിപ്പിൾ ടീയുടെ കൂടെ 1/2 കിലോ പഞ്ചസാര സൗജന്യം. കൂടാതെ ഓരോ 250 ഗ്രാം റിപ്പിൾ ടീയുടെ കൂടെ 13 രൂപ വിലയുള്ള സേമിയ സൗജന്യം. റിപ്പിൾ ടീ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റു പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. Catering service. We cater for all occasions. Elegant events. SBT ATM സമീപം, KO Abraham Building, പത്തനാപുരം. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് AC-യുടെ അംഗീകൃത ഡീലർ, ഫിനോലിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ. ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിലുണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. കാഴ്ചയുടെ ദീപവുമായി ഞങ്ങൾ നിങ്ങൾ പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. നറുക്കെടുപ്പോ ഭാഗ്യ പരീക്ഷണമോ ഇല്ല. ഓരോ പവൻ സ്വർണത്തിനുമൊപ്പം ഒരു ഗോൾഡ് കോയിൻ തികച്ചും സമ്മാനമായി സ്വന്തമാക്കാം. പൊന്നു വാങ്ങൂ, പൊന്നു സമ്മാനമായി നേടൂ. ഇടിമണ്ണിക്കൽ ജുവല്ലറിയിൽ വളകിലക്കം. അപൂർവ സുന്ദരങ്ങളായ വളകളുടെ 1000-ലേറെ ഡിസൈനുകൾ. പൊന്നു വാങ്ങുമ്പോൾ പൊന്നു സമ്മാനം. ഈ ഓഫർ ഒക്ടോബർ 15 വരെ മാത്രം. ഇടിമണ്ണിക്കൽ ജുവല്ലറി, പുനലൂർ. ഇടിമണ്ണിക്കൽ ഫാഷൻ ജുവല്ലറി, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ, ചിറ്റാർ, റാന്നി. പാശ്ചാത്യാനുകരണമാണ് മലയാളിയെ മഹാരോഗിയാക്കി മാറ്റുന്നതെന്ന് ലോകപ്രശസ്ത ക്യാൻസർ രോഗ ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ VP ഗംഗാധരൻ.
പത്തനാപുരം സെന്റ് സ്റ്റീഫൻ സ്കൂളിൽ നടന്ന ക്യാൻസർ ബോധവൽക്കരണ ക്യാമ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്യാൻസറിനെ കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഇരുട്ടായിരുന്നു. എങ്ങനെ കണ്ടുപിടിക്കണം എന്നറിയില്ല, കണ്ടുപിടിച്ചാൽ എങ്ങനെ ചികിത്സിക്കണം എന്നറിയില്ല, ചികിത്സിച്ചാൽ രക്ഷപ്പെടുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം തന്നെ സാധിക്കില്ലായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല, നമുക്ക് ക്യാൻസർ അതിനെ പലതും ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് പറഞ്ഞു. ക്യാൻസർ രോഗം മാറാരോഗമല്ലെന്നും ആധുനിക വൈദ്യശാസ്ത്രത്തിന് രോഗിയുടെ സഹകരണത്തോടെ ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്തു കഴിക്കണമെന്നും എന്ത് കഴിക്കരുതെന്നും അറിയാത്ത തലമുറ വളർന്നു വരുന്നതുകൊണ്ടാണ് പ്രായഭേദമന്യേ കുട്ടികൾക്ക് പോലും ക്യാൻസർ പിടിപെടുന്നതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അടക്കം നിരവധി പേരാണ് ക്യാൻസർ രോഗനിർണയ ക്ലാസിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം സെന്റ് സ്റ്റീഫൻ സ്കൂളിന്റെ ആഭിമുഖ്യത്തിൽ ക്യാൻസർ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എച്ച് നജീബ് മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. 3000-ഓളം വീടുകൾ കയറി ഇറങ്ങി സർവേ നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 600-ഓളം ആളുകൾ ഇവിടെ ആ ക്യാമ്പിൽ പങ്കെടുത്തു. ഏതാണ്ട് 35-ഓളം പേർക്ക് ഈ രോഗമുണ്ട് എന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് RCCയിൽ. നമ്മളെ ഇതിനെ സംബന്ധിച്ച് ഒട്ടേറെ അവ്യക്തതകൾ നിൽക്കുകയാണ്. ആളുകൾ അറിയരുത്, ഇത് അറിഞ്ഞാൽ ഒരു കുഴപ്പമാണ്. ഈ നിലയിലുള്ള അവ്യക്തത ഇപ്പോഴും വിദ്യാഭ്യാസമുള്ള ആളുകളുടെ ഇടയിലുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റാനും രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ ഉപരിയായി രോഗകാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് പരിഹരിക്കാനുള്ള പരിശ്രമമാണ്. ആരോഗ്യ പരിപാലനത്തെ പറ്റിയുള്ള അറിവില്ലായ്മ ആധുനിക മനുഷ്യനെ മഹാരോഗിയാക്കി മാറ്റുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. മൗണ്ട് താബോർ കോർപ്പറേറ്റ് മാനേജർ CEO ജോസഫ് റമ്പാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ദയറ സെക്രട്ടറി ഫാദർ KV പോൾ, പത്തനംതിട്ട DYSP R ചന്ദ്രശേഖരൻ, മാധ്യമപ്രവർത്തകൻ പ്രദീപ് ഗുരുകുലം, ജില്ലാ ലൈബ്രറി കൌൺസിൽ അംഗം ബിജു തുണ്ടിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം UITയിലെ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. പ്രോഗ്രാം ഓഫീസർ ഫെബിൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. രക്തദാനം മഹാദാനം എന്ന മുദ്രാവാക്യം പ്രാവർത്തികമാക്കിക്കൊണ്ട് പത്തനാപുരം UITയിലെ NSSന്റെ ആഭിമുഖ്യത്തിൽ പത്തനംതിട്ട ജില്ലാ ബ്ലഡ് ബാങ്കിലേക്ക് 35 ബാഗ് രക്തം നൽകി. പ്രോഗ്രാം ഓഫീസർ ഫെബിൻ U രക്തം നൽകിക്കൊണ്ടാണ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത്. കഴിഞ്ഞ വർഷം 48 ബാഗ് ബ്ലഡാണ് പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിലേക്ക് നമ്മൾ നൽകിയത്. ഇപ്രാവശ്യവും നമ്മുടെ കുട്ടികൾ സേവന മനോഭാവത്തോടു കൂടി തന്നെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇത്തരത്തിലുള്ളൊരു ബോധവൽക്കരണം നൽകുക എന്നുള്ളതാണ് പ്രധാനമായും NSS ലക്ഷ്യമാക്കുന്നത്. ഈ യുവതലമുറ വഴിതെറ്റിപ്പോകാതെ മറ്റുള്ളവരുടെ ജീവന് വില നൽകിക്കൊണ്ട് അവരുടെ ഓരോ തുള്ളി രക്തത്തിനും വിലയുണ്ട് എന്നുള്ളൊരു ബോധം അവരിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനമായി ലക്ഷ്യമിടുന്നത്. അതുകൂടാതെ തന്നെ ഇവരുടെ ഒരു ബാഗ് ബ്ലഡ് കൊണ്ട് എത്രയോ ജീവനുകൾ ഇനി രക്ഷപ്പെടാൻ ഇരിക്കുന്നു. അടൂർ HDFC ബാങ്ക് സ്പോൺസർ ചെയ്ത പ്രോഗ്രാം സംഘടിപ്പിച്ചിരുന്നു. സഹജീവികളുടെ ജീവൻ രക്ഷിക്കുവാൻ തന്റെ ഒരു തുള്ളി രക്തം ഹേതുവാകുന്നു എന്ന ബോധം യുവതലമുറയിലെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് NSS ഇത്തരത്തിലുള്ള പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം 48 ബാഗ് ബ്ലഡാണ് 300 വിദ്യാർത്ഥികൾ മാത്രം പഠിക്കുന്ന ഈ കോളേജിൽ നിന്ന് കൊടുത്തു. ആ 300 വിദ്യാർത്ഥികളിൽ ഭൂരിപക്ഷവും ഏതാണ്ട് 60% വിദ്യാർത്ഥികൾ പെൺകുട്ടികളാണ്. പെൺകുട്ടികൾ പോലും വോളണ്ടറി ആയിട്ട് ബ്ലഡ് കൊടുക്കുവാൻ തയ്യാറാകുന്ന ഒരു മനുഷ്യത്വ കാഴ്ചയാണ് ഈ UITയിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ പ്ലാച്ചേരിയിൽ ക്രാഷ് ബാരിയർ സ്ഥാപിച്ചു. 600 മീറ്റർ ദൂരത്തിലാണ് ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ചുവട് ഒന്ന് പിഴച്ചാൽ 300 അടി കൊക്കയിലേക്ക് വാഹനങ്ങൾ മറിയാൻ സാധ്യതയുണ്ടായിരുന്ന ദേശീയപാതയിലെ പ്ലാച്ചേരി ഭാഗത്ത് ഒടുവിൽ ദേശീയപാത അധികൃതർ ക്രാഷ് ബാരിയർ സ്ഥാപിച്ചു. പ്ലാച്ചേരി ഭാഗത്തു നിന്നും 600 മീറ്റർ ദൂരത്തിലാണ് ക്രാഷ് ബാരിയർ സ്ഥാപിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ ക്രാഷ് ബാരിയർ സ്ഥാപിക്കുന്നത് കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തിയ തൂണുകളിലാണ്. എന്നാൽ ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്യാതെയാണ് തൂണുകൾ ഉറപ്പിച്ചിരിക്കുന്നത്. ദേശീയപാതയുടെ വീതി വർദ്ധിപ്പിക്കലും വശങ്ങളിൽ സംരക്ഷണ ഭിത്തി നിർമ്മാണവും അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഭാവിയിൽ വരുമ്പോൾ വീണ്ടും ഇളക്കി ഉപയോഗിക്കത്തക്ക വിധത്തിലാണ് ക്രാഷ് ബാരിയർ ഘടിപ്പിക്കുന്ന തൂണുകൾ ഉറപ്പിച്ചിരിക്കുന്നതെന്നാണ് അധികാരികളുടെ വിശദീകരണം. അതുകൊണ്ട് ഒരു അപകടം വരാൻ പാടില്ല. കോൺക്രീറ്റ് ഉറപ്പിച്ചു തരണം. മുറയ്ക്കും ഉണ്ട് അപകടങ്ങളിലൂടെ. ഒരു വണ്ടി വന്ന് തട്ടിപ്പോയി താഴെ കുഴി പോകത്തില്ലയോ? ആ, കുഴിച്ചിട്ടേക്കുന്നില്ലേ.
ദേശീയപാതയുടെ ഇരുവശത്തുകൂടി വിവിധതരം കേബിളുകൾ കുഴിച്ചിട്ടിരിക്കുന്നതിനാൽ യന്ത്രസഹായമില്ലാതെയാണ് തൂണുകളുടെ കുഴി നിർമ്മിച്ചിരിക്കുന്നത്. ദേശീയപാതയിൽ പ്ലാച്ചേരി മുതൽ കലയനാട് വരെയുള്ള 2.5 കിലോമീറ്റർ ദൂരം നല്ല ഇറക്കമാണ്. നല്ല വേഗത്തിലെത്തുന്ന വാഹനങ്ങൾ ഈ ഭാഗത്തെ കൊടുംവളവുകൾ യഥാസമയം തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ പലയിടത്തും ടാറിങ്ങിന്റെ അതിർത്തി കഴിഞ്ഞ് 2-3 അടി മുതൽ കൊക്ക തുടങ്ങുകയാണ്. ഇവിടെയൊന്നും ശാസ്ത്രീയമായി സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിട്ടില്ല. കഴിഞ്ഞ 8 വർഷത്തിനിടെ സംരക്ഷണ ഭിത്തിക്കും ശാസ്ത്രീയമായ ഓട നിർമ്മാണത്തിനുമുള്ള പ്രോജക്ടുകൾ ഡൽഹിക്ക് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും ഉപരിതല ഗതാഗത മന്ത്രാലയത്തിൽ നിന്നാണ് ഈ വിഷയത്തിൽ അനുകൂലമായ തീരുമാനം ഉണ്ടാകേണ്ടത്. എന്നാൽ ആ തീരുമാനം ഇതുവരെയും ഉണ്ടായിട്ടില്ല. സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി തിളക്കമുള്ള സ്റ്റഡുകൾ സ്ഥാപിക്കലും ക്രാഷ് ബാരിയർ സ്ഥാപിക്കലുമാണ് ഇപ്പോൾ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ്, ഷെഹനാസ്, ലാക്മി, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ്, ജിപ്സം ബോർഡ്, PVC ഡോർ, PVC സീലിംഗ്, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ബാത്റൂം ഡോർസ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ഫോൺ 0475220357. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. മനസ്സ് നിറഞ്ഞ് അണിഞ്ഞൊരുങ്ങാൻ പവിഴം ഗോൾഡ് ഉള്ളപ്പോ ആഘോഷങ്ങൾക്കിനി അതിരുകൾ വേണ്ട. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ ആതുര സേവനത്തിന്റെ 62ാം വർഷത്തിളക്കത്തിൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചലിന്റെ ഹൃദയഭാഗത്തായി ശോഭിക്കുന്നു. ഫോൺ 0475 2271 341 ഓധാൻ ഫിനിഷർ ചർച്ച് പുനലൂർ ഒരുക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ പുനലൂർ ചെമ്മന്തൂർ YMCA ഹാളിൽ ഈ തലമുറയിലെ അഭിഷിക്തനായ പാസ്റ്റർ ജോഷി വർഗീസ് ദൈവവചനം ശുശ്രൂഷിക്കുന്നു. നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഏവർക്കും സ്വാഗതം. വരിക, യേശുക്രിസ്തു നിങ്ങളെ വിടുവിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 9605061422 9744674066. ജനമൈത്രി സുരക്ഷാ സമിതി യോഗം പുനലൂർ നഗരസഭാ കൌൺസിൽ ഹാളിൽ സംഘടിപ്പിച്ചു. നഗരത്തിലെ ട്രാഫിക് സംവിധാനങ്ങൾ പരിഷ്കരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ജനമൈത്രി സുരക്ഷാ സമിതി യോഗം പുനലൂർ നഗരസഭാ കൌൺസിൽ ഹാളിൽ സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ ചടങ്ങ് അധ്യക്ഷത വഹിച്ചു. നിലവിലുള്ള ഏതെങ്കിലും പദ്ധതി അഴിച്ചു പണിഞ്ഞ് പോലീസിന്റെ കൂടെ ഒരു സഹായം കിട്ടിയാൽ KSRTC മുതൽ ചെമ്മന്തൂർ വരെയുള്ള നമ്മുടെ NHഉം ഈ പറയുന്ന മേലത്ത റോഡും പൂർണ്ണമായി മാർച്ച് മാസത്തിന് മുമ്പ് തന്നെ ബ്ലോക്കുകൾ ഇടുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്താം. അതിന് ഒരു ചെറിയ കാര്യം വരുന്നത് ഒരു സ്ക്വയർ ഫീറ്റിന് 60 രൂപയോളം വരുമെന്നാണ് എനിക്ക് കണക്കാക്കാൻ കഴിയുന്നത്.
നഗരത്തിലെ ട്രാഫിക് സംവിധാനങ്ങൾ പരിഷ്കരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം സുരക്ഷാ സമിതി ആവർത്തിച്ചു. നഗരത്തിൽ പാർക്കിംഗ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നും കച്ചേരി റോഡിൽ അപകടമുണ്ടാക്കുന്ന ടെലിഫോൺ പോസ്റ്റുകൾ മാറ്റുന്നതിനെ സംബന്ധിച്ചും ചർച്ചകൾ നടത്തി. നഗരസഭ വൈസ് ചെയർപേഴ്സൺ കെ പ്രഭ, പ്രതിപക്ഷ നേതാവ് നെൽസൺ സെബാസ്റ്റ്യൻ, മുനിസിപ്പൽ സെക്രട്ടറി AS നൈസാം, പ്രൊഫസർ പി കൃഷ്ണൻകുട്ടി, മോഹൻദാസ്, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ R സുഭകൻ, ഡോക്ടർ RV അശോകൻ, പുനലൂർ CI K സുരേഷ് കുമാർ, SI TS ശിവപ്രകാശ്, CRO ശശിധരൻ, സുരക്ഷാ സമിതി അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പുനലൂർ KSRTC ഡിപ്പോയിൽ നിന്ന് പമ്പയ്ക്ക് സർവീസുകളില്ല. തീർത്ഥാടകർ വലയുകയാണ്. പുനലൂർ വഴിയാണ് ശബരിമല തീർത്ഥാടകർ ഏറെയും കടന്നു പോകുന്നത്. തെങ്കാശിയിൽ നിന്നുള്ള സർവീസുകൾ മാത്രമാണ് ഇപ്പോൾ പുനലൂരിലൂടെ സർവീസ് നടത്തുന്നത്. തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും നൂറുകണക്കിന് തീർത്ഥാടകർ ഇതുവഴിയാണ് ശബരിമലയ്ക്ക് പോകുന്നത്. പുനലൂരിലെത്തുന്ന തീർത്ഥാടകർ ഇപ്പോൾ പത്തനംതിട്ടയിൽ ഇറങ്ങിയാണ് ശബരിമലയിൽ എത്താറുള്ളത്. പുനലൂർ ഡിപ്പോയിൽ നിന്ന് സർവീസ് അനുവദിച്ചാൽ തീർത്ഥാടകർക്ക് ഇത് ഏറെ പ്രയോജനകരമാവും. എന്നാൽ ബന്ധപ്പെട്ടവർ ഇതിന് തയ്യാറാവുന്നില്ല. ഇത് വലിയ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. പുനലൂർ ഡിപ്പോയിൽ നിന്ന് പമ്പയ്ക്ക് ഉടൻ സർവീസ് അനുവദിക്കണമെന്ന് വിവിധ ഹിന്ദു സംഘടനകളും ആവശ്യപ്പെട്ടു കഴിഞ്ഞു. രാത്രികാലങ്ങളിലാണ് തീർത്ഥാടകർ അധികവും കടന്നു പോകാറുള്ളത്. രാത്രി 7 മണിക്ക് ശേഷം പുനലൂർ ഡിപ്പോയിൽ നിന്ന് സ്ഥിരം സർവീസ് അനുവദിക്കണം. രാവിലെ 6 മണിക്കും ഒരു സർവീസ് അനുവദിക്കണമെന്നാണ് ആവശ്യം ഉയരുന്നത്. ദിവസേന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പുനലൂർ ഡിപ്പോയിലെ KSRTC അധികൃതരുടെ അലംഭാവം പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ചെന്നൈയിലെ മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായമെത്തിക്കാൻ പത്തനാപുരത്ത് വിവിധ സംഘടനകൾ രംഗത്ത്. സമാഹരിച്ച പണവും ഭക്ഷണവും വെള്ളവും ഞായറാഴ്ച ചെന്നൈയിലെത്തിക്കും. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും വീടുകളിൽ നിന്നും ഭക്ഷണവും വെള്ളവും ശേഖരിച്ച് ചെന്നൈയിലെത്തിക്കുവാനാണ് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പദ്ധതിയിട്ടിരിക്കുന്നത്. മൗണ്ട് താബോർ സ്കൂൾ NSS, ഭാരതീയ സാംസ്കാരിക വേദി, ജനമൈത്രി പോലീസ് എന്നിവയുടെ നേതൃത്വത്തിലാണ് സഹായ ശേഖരണം നടത്തുന്നത്. ചെന്നൈക്കായി 3 നാൾ കൊണ്ട് കഴിയുന്ന കുടിവെള്ളവും ഭക്ഷണവും ശേഖരിക്കും. പാക്കറ്റ് വെള്ളം, ബിസ്ക്കറ്റ്, റസ്ക്, പാൽപ്പൊടി, ബേബി ഫുഡ് തുടങ്ങിയവയാണ് സ്വീകരിക്കുന്നത്. സമാഹരിച്ച സാധനങ്ങൾ ഞായറാഴ്ച ചെന്നൈയിലെത്തിക്കും. യാചനയുടെ രൂപത്തിൽ ആകാശത്തിലേക്ക് കൈകൾ നീട്ടി ആഹാരത്തിനും കുടിവെള്ളത്തിനുമായി ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങളെ കാത്തിരിക്കുന്ന ജനങ്ങളെയാണ് ചെന്നൈയിൽ കാണാൻ കഴിയുന്നത്. വെള്ളത്തിൽ മുങ്ങിയ വീടുകളുടെയും ഫ്ളാറ്റുകളുടെയും ടെറസിൽ നിന്നും ബാൽക്കണികളിൽ നിന്നുമാണ് കൈകൾ പ്രതീക്ഷയോടെ ഉയരുന്നത്. ഇതിൽ സമ്പന്നരും ദരിദ്രരുമുണ്ട്. ഇവരെ സഹായിക്കാനായി ഓരോരുത്തരും തയ്യാറാവുക. സഹായം എത്ര ചെറുതാകട്ടെ, അതിന്റെ വലിപ്പം ഏറെയാണ്. വിവിധ സംഘടനാ പ്രവർത്തകരായ ഹരിപ്രകാശ്, ഷാജിയാസ്, ഗിരിജ മോഹൻ, ഷിജ ഷാജഹാൻ, നൂർജഹാൻ, ഷെരീഫ്, റഹീന ഷാജി, നൂർജഹാൻ, ലിഖിത, വിജീഷ് എന്നിവരാണ് സമാഹരണത്തിന് നേതൃത്വം നൽകുന്നത്. നമ്മുടെ ചെന്നൈയിൽ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഭക്ഷണപദാർത്ഥങ്ങൾ സമാഹരിക്കുകയാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പത്തനാപുരത്തിലെ തലവരായ എല്ലാ വ്യാപാരി വ്യവസ്ഥകളും ഇതുപോലെ നന്നായി സഹകരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മൗണ്ട് താബോറിലെ NSSന്റെ വോളണ്ടിയർമാർ, അതുപോലെ ഭാരതീയ സാംസ്കാരിക സമിതിയുടെ എല്ലാ അംഗങ്ങളുണ്ട്, കുടുംബശ്രീ പ്രവർത്തകരുണ്ട്, ആശാവർക്കർമാരുണ്ട്. എല്ലാവരും ഈ സംരംഭത്തിൽ പങ്കാളിയാണ്. നിങ്ങളുടെ ഓരോരുത്തരെയും സഹകരണം ഇനി ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് മാതൃഭൂമി എന്ന് പറയുന്ന ചാനലും പത്രവും ഇതുപോലെ ഈ പരിപാടി ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. അവരുടെ സഹകരണം കൂടി ഈ പദ്ധതിയിലുണ്ട് എന്ന് അറിയിക്കുകയാണ്. എല്ലാവരുടെയും ഈ പ്രവർത്തനങ്ങളിലും സഹായത്തിലും നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂരിൽ സബ് കോടതി തുടങ്ങാൻ 14 തസ്തികകൾ അനുവദിച്ചു. നിയമസഭയിൽ പുനലൂർ MLAയുടെ ചോദ്യത്തിന് മറുപടിയായാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. പുനലൂരിൽ അനുവദിച്ച സബ് കോടതി ആരംഭിക്കുന്നതിന് 14 തസ്തികകൾ സർക്കാർ അനുവദിച്ചിട്ടുണ്ടെന്നും ഹൈക്കോടതി 14 ജുഡീഷ്യൽ ജീവനക്കാരെ നിയമിക്കുന്ന മുറയ്ക്ക് സബ് കോടതിയുടെ പ്രവർത്തനം ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിയമസഭയെ അറിയിച്ചു. ഇവിടെ സബ് കോടതി അനുവദിക്കേണ്ട ആവശ്യകതയെപ്പറ്റി K. രാജു MLA ഉന്നയിച്ച സബ്മിഷന് മറുപടിയായാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. MLAയും നഗരസഭയും പുനലൂർ ബാർ അസോസിയേഷനും സബ് കോടതിക്ക് വേണ്ട അടിസ്ഥാന ഭൌതിക സൗകര്യങ്ങൾ ഒരുക്കി നൽകാമെന്ന് നേരത്തെ ഉറപ്പു നൽകിയിരുന്നതാണ്. എത്രയും വേഗം ഹൈക്കോടതി ജുഡീഷ്യൽ ജീവനക്കാരെയും ഓഫീസർമാരെയും നിയമിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നേരത്തെ സംസ്ഥാനത്തെ മുൻഗണനാക്രമത്തിൽ 3ാം സ്ഥാനത്താണ് പുനലൂർ സബ് കോടതിയുടെ നില. തസ്തിക സൃഷ്ടിക്കുന്നത് സംബന്ധിച്ച കാലതാമസമാണ് നടപടികൾ വൈകാൻ കാരണമായത്. സബ് ജഡ്ജി, ശിരസ്താർ, സെൻട്രൽ നാസിർ, ഹെഡ് ക്ലാർക്ക്, ബെഞ്ച് ക്ലർക്ക് ഗ്രേഡ് 2, UD ക്ലർക്ക്, LD ക്ലർക്ക്, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, LD ടൈപ്പിസ്റ്റ്, അറ്റൻഡർ, പ്യൂൺ, പാർട്ട് ടൈം സ്വീപ്പർ എന്നീ തസ്തികകളിൽ ഓരോരുത്തരെയും പ്രോസസ് സെർവർ തസ്തികകളിൽ 2 പേരെയും നിയമിക്കുന്നതിനുള്ള ഉത്തരവാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ബജറ്റിൽ പുനലൂർ സബ് കോടതിയുടെ കാര്യം പരാമർശിച്ചിരുന്നു. അച്ചൻകോവിൽ, റോസ്മല വനപ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങൾ കോടതി ആവശ്യത്തിനായി 80 കിലോമീറ്ററോളം സഞ്ചരിച്ച് കൊട്ടാരക്കരയിൽ എത്തേണ്ട സ്ഥിതിയാണ് നിലവിലുള്ളത്. സബ് കോടതിയിലെ പെൻഡിംഗ് കേസുകളിൽ 70% പുനലൂർ, പത്തനാപുരം താലൂക്കുകളിൽ നിന്നുള്ളവയാണ്. ഈ 2 താലൂക്കുകളുടെയും കോടതിയുടെ സെന്റർ പുനലൂരിലാണെന്നും അഡ്വക്കേറ്റ് K. രാജു MLA പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഇനി സ്വർണ്ണവെള്ളി നിരക്കുകൾ.
ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുനലൂരിലെ ബിവറേജസ് ഔട്ട്ലെറ്റ് MLA റോഡിലേക്ക് മാറ്റുന്നതിനെതിരെ പ്രതിഷേധം. പ്രകടനവും എക്സൈസ് ഓഫീസിലേക്ക് മാർച്ചും. മലയാളികളെ മഹാരോഗികളാക്കുന്നത് പാശ്ചാത്യ അനുകരണമെന്ന് ലോകപ്രശസ്ത ക്യാൻസർ വിദഗ്ധൻ VP ഗംഗാധരൻ. ജനമൈത്രി സുരക്ഷാ സമിതിയുടെ നേതൃത്വത്തിൽ പുനലൂരിൽ ട്രാഫിക് പരിഷ്കരണ യോഗം സംഘടിപ്പിച്ചു. ട്രാഫിക് പരിഷ്കരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, കിങ്സ് മെഡിക്കൽ ലാബ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ.